സോ നമുക്കിന്ന് കെമിസ്ട്രിയിലത്തെ അടുത്ത ചാപ്റ്ററിലോട്ടേക്ക് പോവാം. അതാണ് ഇലക്ട്രോകെമിസ്ട്രി എന്ന് പറയുന്നത്. ഇലക്ട്രോകെമിസ്ട്രി ഇലക്ട്രിക്കൽ എനർജിയും കെമിക്കൽ എനർജിയും തമ്മിലുള്ള ഇന്ററാക്ഷനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ സബ്ഹെഡിങ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിലേക്ക് ജമ്പ് ചെയ്യാം, ആ ചാപ്റ്ററിലേക്ക് അതിൻ്റെ കണ്ടന്റിലേക്ക് ചാടാം. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നതാണ് ഇലക്ട്രോ കെമിക്കൽ സെൽസ്. സോ ഇലക്ട്രിക്കൽ എനർജിയും കെമിക്കൽ എനർജിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ അല്ലേ. അപ്പോൾ there are two possibilities. either ഒരു ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. സോ രണ്ട് മെത്തേഡ് വഴി നമുക്ക് രണ്ട് ടൈപ്പ് റിയാക്ഷൻസ് നമുക്ക് ഒപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ വെച്ച് അപ്പോൾ ഈ രണ്ടായാലും ദ എനർജി റിലേഷൻ ഇൻ ബിറ്റ്വീൻ ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ എനർജി, അത്തരത്തിലുള്ള സെല്ലുകൾ തന്നെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്ന് നമ്മൾ പറയുന്നത്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. അതാണ് സോ ഇലക്ട്രോകെമിക്കൽ സെൽസിന്റെ ഡെഫിനിഷൻ എന്താ? ദീസ് ആർ സെൽസ് which dealing with energy conversion in between electrical energy and chemical energy. These are cells which are dealing with energy conversion in between energy conversion in between electrical and chemical energy. Electrical and chemical energy. Okay. അപ്പോൾ ഇതില് രണ്ട് ടൈപ്പ് ഓഫ് സെല്ലുകളുണ്ട്. ഫസ്റ്റ് വൺ വരുന്നതാണ് ഗാൽവാനിക് സെൽസ്. ഗാൽവാനിക് സെൽസിൽ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്ന സെല്ലുകളാണ് ഗാൽവാനിക് സെൽസ്. സോ കെമിക്കൽ എനർജീനെ converting into electrical energy only. Energy. Okay. Second one, electrolytic cells. Electrolytic cells. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്താം. കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾക്കറിയാവുന്നതാ, ഹൈഡ്രോലൈസിസ്. എന്താ ചെയ്യണത്? വെള്ളത്തിൽ രണ്ട് ഇലക്ട്രോഡ് വെച്ചിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ H2O വെറുതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് എന്ത് ചെയ്യില്ല? ഡീകമ്പോസ് ചെയ്യില്ല. പക്ഷെ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. സോ ഒരു നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷനെ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ സ്പോണ്ടേനിയസ് ആക്കുന്ന കെമിക്കൽ എക്യുപ്മെന്റിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് സെല്ലുകളെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. നമുക്കതിൽ ആദ്യമായിട്ട് നല്ല തറവായിട്ട് ഡീൽ ചെയ്യുന്നത് ഗാൽവാനിക് സെൽസിനാണ്. അപ്പൊ ഗാൽവാനിക് സെൽസില് നമ്മൾ ഈ പെൻസിൽ ബാറ്ററി ഒക്കെ ഗാൽവാനിക് സെൽസിന് എക്സാമ്പിൾ ആട്ടോ. പെൻസിൽ ബാറ്ററി ഒക്കെ ലക്ലാൻഷ്യ സെൽ, ഡ്രൈ സെൽ, അത് ലക്ലാൻഷ്യ സെൽ എന്നാണ് നമ്മൾ പറയാ. അപ്പൊ നമ്മൾ ഇതിൽ ആദ്യം ഫേമസ് ആയിട്ടുള്ള ഡാനിയൽ സെല്ലിനെ കുറിച്ച് പഠിക്കും. പിന്നെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, അങ്ങനെ കുറച്ച് സംഗതികൾ പഠിക്കും. പിന്നെ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇലക്ട്രോലൈറ്റിക് സെൽസിനെ കുറിച്ച് പഠിക്കും. അതിനുശേഷം ഫേമസ് ആയിട്ടുള്ള കുറച്ച് സെല്ലുകൾ, മെർക്കുറി സെല്ല്, ലെഡ് സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ല്, അങ്ങനെ കുറച്ച് സെല്ലുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ ഫ്യൂവൽ സെൽ. അങ്ങനെയാണ് ഈ ചാപ്റ്ററിന്റെ ഒരു ഓർഗനൈസേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇതില് ഗാൽവാനിക് സെല്ലില് ഡാനിയൽ സെൽസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. സോ എന്താണ് ഗാൽവാനിക് സെൽസ്? ഗാൽവാനിക് സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗാൽവാനിക് സെൽസ് എന്ന് പറയുന്നത്. These are cells which produce chemical electrical energy from chemical reaction. അതാണ് ഗാൽവാനിക് സെൽസ് എന്ന് പറയുന്നത്. ഗാൽവാനിക് സെൽസിന്
ഡാനിയൽ സെല്ലിനെ കുറിച്ച് നമുക്ക് പറയുന്നത്. അതിന് മുമ്പ് നമുക്ക് ആദ്യം എന്താണ് ഒരു ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഹാഫ് സെല്ല് എന്നുള്ളത് നമ്മൾ പഠിക്കാം. സോ ഇത് ആദ്യം നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ഫസ്റ്റത്തെ സബ് ഹെഡിങ് ആണ് ഹാഫ് സെൽസ്. ഹാഫ് സെൽസ് ഓർ ഇലക്ട്രോഡ്സ് എന്ന് പറയും. രണ്ടും സെയിം തന്നെയാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഇലക്ട്രോഡ് ഇലക്ട്രോഡ്സ് ഇലക്ട്രോഡ്സ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റലിന്റെ റോഡ്, അതിനെയാണ് നമ്മൾ ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നത്. എന്നാൽ ശരിക്കും അതല്ല. ഇലക്ട്രോഡ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലമെന്റിന് ആ എലമെന്റിന്റെ അയോണുമായിട്ട് ഇക്വിലിബ്രിയത്തിൽ വെച്ചിരിക്കുന്ന ആ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ അറേഞ്ച്മെന്റ്. It's an arrangement when we place an element in equilibrium with its ions. അതിന്റെ അയോൺസുമായിട്ട് ഇക്വിലിബ്രിയത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഒരു ബീക്കർ, അതിൽ നമ്മൾ സിങ്ക് റോഡ് വെറുതെ വെച്ചിരിക്കുന്നു. ഇത് സിങ്ക് ആണ്, ഇതിന്റെ ഉള്ളിൽ സിങ്ക് സൾഫേറ്റ്. അപ്പൊ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ അപ്പൊ എന്തുണ്ടായിരിക്കുക, Zn2+ അയോൺസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് എഴുതിയാലും ഇത് ZnSO4 സൊല്യൂഷൻ. ഓക്കെ, ഇതിങ്ങനെ വെച്ചാലും ഇതിന്റെ ഉള്ളില് നമുക്ക് വേണ്ട ആള് Zn2+ അയോൺസ്. Zn2+ അയോൺസ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. വേണ്ടോ? അപ്പൊ ഇവിടെ രണ്ട് ടൈപ്പ് റിയാക്ഷൻ നമുക്ക്. ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് ജസ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഡാനിയൽ സെല്ലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കാമെന്നൊന്നും നിങ്ങൾക്ക് ഒരു പിടുത്തുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഇവിടെ രണ്ട് റിയാക്ഷൻസ് നടക്കും. ഒരു റിയാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിങ്ക് കണ്ടില്ലേ, ഈ സിങ്ക് റോഡിൽ നിന്നും ഓരോ മെറ്റൽസ് 2 ഇലക്ട്രോൺ കളഞ്ഞിട്ട് എന്ത് ചെയ്യും, Zn2+ അയോൺസ് ആയിട്ട് സൊല്യൂഷനിലോട്ടേക്ക് പോകും ഒരു രസത്തിന്. എന്നാൽ ഈ 2 ഇലക്ട്രോൺ ഈ സൊല്യൂഷനിൽ കൊടുക്കുമ്പോൾ സൊല്യൂഷനിൽ ആരുണ്ട്, Zn2+ അയോൺസ് ഉണ്ട്. അവർക്ക് ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുന്ന ആൾക്കാരാണ്, ഭയങ്കര ആഗ്രഹമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്തിട്ട് അവരെന്താവും, അവർ Zn ആറ്റംസ് ആയിട്ട് തിരിച്ച് എന്ത് ചെയ്യും, ഈ റോഡിന്റെ ഉള്ളിലോട്ടേക്ക് പോകും. സോ 2 റിയാക്ഷൻസ് നടക്കും. ഒരെണ്ണം ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Zn അയോൺസ്, Zn ആറ്റംസ് Zn2+ 2e- ആയിട്ട് മാറും. ഓക്സിഡേഷൻ എന്താണെന്ന് അറിയാലോ, ഇലക്ട്രോൺസിനെ കളയുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓക്സിഡേഷൻ എന്ന് നമ്മൾ പറയുന്നത്. റിഡക്ഷൻ എന്താണ്, ഇതിന്റെ തലതിരിച്ചല്ല, മോഡൽ ഇതിന്റെ തലതിരിച്ചാന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഇതിന്റെ ഉള്ളിലുള്ള അയോൺസ് ആണ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്, ഇത് പോയ ആളല്ല. അപ്പൊ Zn2+ 2e- ആയിട്ട് എന്തായിട്ട് മാറും, Zn ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്തുണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റോഡിനെ നമ്മൾ ഈ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്കൊന്നും കാണാൻ പറ്റില്ല. ആ സൊല്യൂഷനും ഒരു ചേഞ്ച് ഉണ്ടാവില്ല, ആ റോഡിനും യാതൊരുവിധ ചേഞ്ച് ഉണ്ടാവില്ല. കാരണം ഓരോ സിങ്ക് ആറ്റംസും അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുമ്പോൾ ആ എസ്കേപ്പ് ചെയ്യുന്ന പൊസിഷനിലേക്ക്, ആ ഹോളുകളിലേക്ക് ഈ Zn2+ എന്ത് ചെയ്യും, തിരിച്ച് അങ്ങോട്ടേക്ക് റീപ്ലേസ് ചെയ്യും. സോ ദർ ഇസ് നോ ചേഞ്ച് അറ്റ് ഓൾ. സോ നത്തിങ് വിൽ ഹാപ്പൻ. പക്ഷെ ഇത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മെറ്റൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. നമ്മൾ എന്ത് ചെയ്യുക, സപ്പോസ് ഒരു എക്സാമ്പിൾ ആട്ടോ, ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ഇതേ സിങ്കിനെ നമ്മൾ കോപ്പർ സൾഫേറ്റിലേക്ക് എന്ത് ചെയ്യുക, ഡിപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, സിങ്ക് റോഡ് നമ്മൾ കോപ്പർ സൾഫേറ്റിലേക്ക്, CuSO4 സൊല്യൂഷനിലോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്പ് ചെയ്ത് വെക്കുക. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള അയോൺസ് Cu2+ അയോൺസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ Zn2+ 2e- ആയിട്ട് പോകും. ഈ 2 ഇലക്ട്രോൺ കോപ്പർ 2+ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, റിഡക്ഷൻ. Cu2+ 2e- gives
Cu കോപ്പർ ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾക്ക് എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ചേഞ്ച് ഉണ്ടാവില്ല, വെക്കുമ്പോൾ ഈ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ എന്താ, നീല കളറാണ്. കുറച്ച് കഴിയുമ്പോൾ എന്താണ്, കോപ്പർ സൾഫേറ്റ് ഒക്കെ ആരായിട്ട് മാറും, Cu2+ അയോൺസ് ഉള്ള കാരണമാണ് ബ്ലൂ കളർ വരുന്നത്. അത് നമ്മള് കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു 5ാമത്തെ ഒരു ചാപ്റ്റർ വരുന്നത്, അതിൽ നമ്മൾ പഠിക്കും എന്തുകൊണ്ട് ഈ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കുറെ കോമ്പൗണ്ടുകൾ, ഫെറസ് സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ്, മെർക്കുറി സൾഫേറ്റ്, അതിനൊക്കെ എന്തുകൊണ്ട് കളർ വരുന്നു, കൊബാൾട്ട് ക്ലോറൈഡ്, അതിനൊക്കെ കളറുകളുണ്ട്. എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് നമ്മൾ അവിടെ പഠിക്കും. എന്തായാലും ആവട്ടെ, അപ്പൊ ഈ Cu2+ അയോൺസ് ഉള്ള കാരണമാണ് എന്താ അതിന് കളർ വരുന്നത്. വിങ്ക് എന്ന് പറയുന്ന ട്രാൻസിഷൻ എലമെന്റ് ആണെങ്കിലും കൂടി വിങ്ങിന് കളർ ഇല്ല, വിങ്ങിന്റെ അയോൺസിനൊന്നും കളർ ഉണ്ടാവില്ല. അപ്പൊ Cu2+ മാറി Zn2+ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ FuSO4 കുറെ കഴിയുമ്പോൾ ആരായിട്ട് മാറും, ZnSO4 ആയിട്ട് മാറും. ആൻഡ് ഇതിന്റെ ഉള്ളിലത്തെ കോപ്പർ Cu2+ മൊത്തം എന്തായിട്ട് മാറും, കോപ്പർ ആയിട്ട് ഇതിന്റെ മുകളിൽ കയറി പിടിക്കാൻ തുടങ്ങും. സോ വിങ്ങിന്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർണിഷ് ഗ്രേ ആണ്, ഒരു ഗ്രേഷ് കളറാണ് വിങ്ങിന്റെ കളർ വരുന്നത്. ആ ഗ്രേ കളർ മാറി അതെന്താവും, കോപ്പറിഷ് കളറായിട്ട് മാറും. മാത്രമല്ല ലിക്വിഡിന്റെ കളർ നീല, അതെന്തായിട്ട് മാറും, നീല കളർ ട്രാൻസ്പാരന്റ് ആയി വാനിഷ് ആവാനും തുടങ്ങും. സോ അവിടെ നമുക്കപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോഡിന്റെ വലിപ്പം യാതൊരു വിധ ചേഞ്ച് ഉണ്ടാവില്ല. ആ റോഡിന്റെ ഡയമെൻഷൻ ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും, പക്ഷെ അതിന് പതുക്കെ അതിന്റെ കളർ മാറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ആ രണ്ട് എലമെന്റ്സ് മാറിയിട്ടുള്ള കാരണം, കോപ്പറും സിങ്കും മാറിയിട്ടുള്ള കാരണം നമുക്ക് ഈ റിയാക്ഷൻസ് നമുക്ക് എവിഡന്റ് ആണ്. പക്ഷെ ഇൻ ഹിയർ ആസ് ദ മെറ്റൽ ആൻഡ് അയോൺസ് ആർ സെയിം, നമുക്ക് ഇവിടെ യാതൊരുവിധ റിയാക്ഷനും സംഭവിക്കാനില്ല. ഈ ഒരു അറേഞ്ച്മെന്റിന് ഇതല്ല, ഇത് ഒരു എലമെന്റിന് ആ എലമെന്റിന്റെ അയോണിക് സൊല്യൂഷനുമായി ഇക്വിലിബ്രിയത്തിൽ വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് നീഡ് നോട്ട് ടു ബി എ മെറ്റൽ, ഒരു മെറ്റൽ ആവണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ കുറച്ച് നമ്മൾ കഴിയുമ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞ് പഠിക്കും. സോ ദർ ആർ ഓക്സിജൻ ഇലക്ട്രോഡ്, നൈട്രജൻ ഇലക്ട്രോഡ്, ഹൈഡ്രജൻ ഇലക്ട്രോഡ്, ഫ്ലൂറിൻ ഇലക്ട്രോഡ്. അപ്പൊ എന്താ വെച്ചാൽ ആ ഒരു എലമെന്റിന് അതിന്റെ സൊല്യൂഷനുമായി, അതിന്റെ അയോണിക് സൊല്യൂഷനുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടായാൽ മതി. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് HCl കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഹൈഡ്രജനിൽ നിന്നും H ആറ്റംസ് H+ ആയിട്ട് മാറും, HCl നിന്നും H+ തിരിച്ചെന്തായിട്ട് മാറും, ഹൈഡ്രജൻ ആയിട്ട് മാറും. അവിടെ റിയാക്ഷൻ നടന്നാൽ മതി. സോ there are gaseous electrodes, there are liquid electrodes, there are solid electrodes. സോ മെറ്റൽ മാത്രമല്ല നോൺ മെറ്റൽസും ഇലക്ട്രോഡ് പോസിബിലിറ്റി ഉള്ള ആൾക്കാരാണ്. സോ ഇതാണ് ഒരു ഇലക്ട്രോഡ്. സോ വാട്ട് ഈസ് ആൻ electrode or half cell? It is an arrangement when we place an element in equilibrium with its ions. Example, zinc electrode. Copper electrode കിട്ടാൻ എന്ത് ചെയ്താൽ കോപ്പർ സൾഫേറ്റിൽ എന്ത് ചെയ്യുക, ഡിപ്പ് ചെയ്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ വരുന്നതാണ് എന്ത്, ഇല്ല നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ്, ഇതിപ്പോ ഡാനിയൽസിലേക്ക് പോയിട്ടില്ല. ഇതിലത്തെ ഓരോ കൺസെപ്റ്റ് പറഞ്ഞതിന് ശേഷം നമ്മൾ ഡാനിയൽസിലേക്ക് പോകുന്നു. നമ്മൾ ഇനി പറയുന്നതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. നെക്സ്റ്റ് വൺ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നും പറയും. റിഡക്ഷൻ ഓർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ ഇതെന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോ ഈ വിങ്ക് ഇലക്ട്രോഡിനെ, വിങ്ക് മെറ്റലിനെ വിങ്കിന്റെ സൊല്യൂഷനിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ഈസ് ദാറ്റ് പതുക്കനെ എന്ത് ചെയ്യാൻ തുടങ്ങും, വിങ്ക് 2+ വിങ്ക് ആവാനും തുടങ്ങും. ഇതിങ്ങനെ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കാരണം അവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ജസ്റ്റ് പൊസിഷൻ ചേഞ്ച് ചെയ്ത് കളിക്കല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റലും ഈ ലിക്വിഡും തമ്മിലുണ്ടാകുന്ന ഇന്റർഫേസ് ഇല്ലേ, ആ കൂടി മുട്ടി നിൽക്കുന്ന ഭാഗം, അവിടെ ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ആ ഇന്റർഫേസിലായിട്ട് നമുക്കത് മെഷർ ചെയ്യാൻ, നമുക്ക് വോൾട്ട്മീറ്റർ വെച്ചിട്ടൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. സോ there will be a potential difference in between the metal and the solution. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ആ മെറ്റലിന്റെ റെഡ്യൂസ് ആകാനുള്ള പൊട്ടൻഷ്യലോ അല്ലെങ്കിൽ ഓക്സിഡേഷൻ ആകാനുള്ള പൊട്ടൻഷ്യലോ ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാവുന്നതാണ്. പക്ഷേ ബൈ കൺവെൻഷൻ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ടാണ് എടുക്കുന്നത്. അതായത് ആ മെറ്റലിന് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലത്തെ അയോൺസിന് റെഡ്യൂസ് ആകാനുള്ളത്, അതായത് ഇലക്ട്രോണിനെ ക്യാരി ചെയ്യാനുള്ള അതിന്റെ കപ്പാസിറ്റി ആയിട്ടാണ് ഈ പൊട്ടൻഷ്യൽ എനർജിനെ അല്ലെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ കാണുന്നത്. സോ വാട്ട് ഈസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? It is the potential difference appearing in between the metal and its solution when we dip in an electrode. ഒരു ഇലക്ട്രോഡിലും മെറ്റലും അതിന്റെ സൊല്യൂഷനും തമ്മിൽ ഇന്റർഫേസിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ ഇറ്റ് ഈസ് ദ potential difference
difference occurring in between the metal and solution at interface. If the ability of the ion to get reduced so it is also known as reduction potential. So it is also known as reduction potential. സോ ഞാൻ എല്ലാ നോട്ടും ഞാൻ എഴുതി തരുന്നില്ല, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളുകളിൽ നിന്ന് നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഞാൻ ഈ പറയുന്ന ക്ലാസ് റെക്കോർഡ് ക്ലാസ് ആയിട്ടുള്ള കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുന്നതിന്റെ ലെക്ചർ നോട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. സോ ഇത് വൺ ടൈം അല്ലല്ലോ നിങ്ങൾ കേൾക്കാം, നിങ്ങൾക്ക് ഒന്നിലധികം പ്രാവശ്യം നിങ്ങൾക്ക് കേൾക്കാം. ഇഫ് യു വാണ്ട് ഒരു പ്രാവശ്യം കേൾക്കണമെന്ന് വെച്ചാൽ അത്രയും പ്രാവശ്യം, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്നും നോട്ട്സ് എഴുതിയെടുക്കാൻ പഠിക്കുക. അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഇത് എഴുതിയെന്നുള്ളത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ നൊട്ടേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണിക്കുക. ഇ എം എൻ പ്ലസ് ബാർ എം, എന്നിട്ട് അത് ഇത്രയും വോൾട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതും. ഫോർ എക്സാമ്പിൾ ഇ സി യു ടു പ്ലസ് ബാർ സി യു. സോ കോപ്പറിന്റെ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, ഒരു മിനിറ്റ് ഞാൻ ചെക്ക് ചെയ്യട്ടെ. ലെറ്റ് മീ സീ. അത് 0.34 വോൾട്ട് ആണ് at 298 Kelvin and 1 bar pressure. അപ്പോഴുള്ള ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ ഒരു സീറോ സൈൻ ഇട്ട് കൊടുക്കണം. അപ്പൊ നെക്സ്റ്റ് നമ്മൾ അതാണ് പറയാൻ പോകുന്നത്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. Standard electrode potential. Okay, standard electrode potential is it is the electrode potential. It is the electrode potential at 298 Kelvin and 1 bar pressure. 1 bar pressure 298 കെൽവിനിലുമുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മുമ്പ് പറഞ്ഞത് തന്നെ കോപ്പറിന്റെ, അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു സീറോ ഫൈൻ നമ്മൾ ഇട്ട് കാണിച്ചു കൊടുക്കണം. Cu that is equal to 0.34 വോൾട്ട് ആണ്. ഞാൻ ഇത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ, ഇത് വേണ്ട 0.4 എന്ന് വേണ്ട, at 0.5. ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഈ ഒരു സെക്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ്, ഇതിപ്പോ 0.35 വോൾട്ട് ഏതെങ്കിലും അതർ കണ്ടീഷനിൽ വരുമ്പോൾ അങ്ങനെ ചേഞ്ച് വരും. 298 കെൽവിനിലും 1 ബാർ പ്രഷറിലും പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ആൻഡ് 1 molarity concentration and 1 m concentration. ആ സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ 1 molarity വേണം. സോ ഇപ്പൊ ഈ കോപ്പർ ആണെന്ന് വിചാരിക്കും, കോപ്പർ റോഡ് 1 molarity കോൺസെൻട്രേഷനിലുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ എടുത്തിട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1 ബാറും ആണ്, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 298 കെൽവിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 27 ഡിഗ്രി സെൽഷ്യസ് റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും, 0.34 വോൾട്ട് ആയിരിക്കും. അല്ലാത്തപ്പോൾ ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഈ സൊല്യൂഷൻ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്താലോ അതിന്റെ പ്രഷർ മാറ്റിയാലോ എന്ത് ചെയ്യും, ഈ വാല്യൂ ചേഞ്ച് ചെയ്യും. സോ ഇത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടീഷൻസ് എന്താണ് അങ്ങനെ വെച്ചിരിക്കുമ്പോഴുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്, സ്റ്റില്ലാക്കി വെച്ചുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് എന്ത്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറയുന്നത്. സോ നെക്സ്റ്റ് വൺ,
സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാം. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡറിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോകെമിക്കൽ സീരീസ് ഈസ് ദ arrangement of electrodes on the basis of increasing or descending the ascending or descending order of the electrode potential, standard electrode potential. അതിനാണ് നമ്മൾ ഇലക്ട്രോഡ് കെമിക്കൽ സീരീസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊരു ചാർട്ട് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് 298 Kelvin, the pressure is 1 bar and the concentration of the solution is 1 molarity, then at that condition അപ്പോഴുള്ള ആ ഓരോ ഇലക്ട്രോഡിന്റെയും പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ആ കോൺസ്റ്റന്റ് വാല്യൂസ് വെച്ചിട്ട് ഒരു സീരീസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്ത്? ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഡാനിയൽ സെല്ലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ഡാനിയൽ സെൽ. സോ ഡാനിയൽ സെല്ലിൽ 2 ഇലക്ട്രോഡ് ഉണ്ട്. ഒരു കോപ്പർ ഇലക്ട്രോഡും ഒരു സിങ്ക് ഇലക്ട്രോഡും. സോ ഡാനിയൽ സെൽ is an electrochemical galvanic cell. Is an electrochemical galvanic cell having a zinc and copper electrode. A zinc and copper electrode. Here, zinc is anode and copper is cathode. ആയിരിക്കും. ഇതിന്റെ ഒരു പിക്ചർ നമുക്ക് വരയ്ക്കാം. സോ ഇതില് സിങ്ക് ഇലക്ട്രോഡ്, സിങ്ക് ഇലക്ട്രോഡ് ഇത് എന്തായിരിക്കും? ഇത് സിങ്ക്, ഇത് സിങ്ക് സൾഫേറ്റ് ZnSO4, ഇത് കോപ്പർ. ഇത് കോപ്പർ സൾഫേറ്റ്. ഓക്കെ, ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ വെച്ചിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? Zn2+ ആയിട്ട് മാറും. Zn2+ തിരിച്ച് എന്തായിട്ട് മാറും? Zn ആയിട്ട് മാറും. കോപ്പറിലാണെങ്കിലോ കോപ്പർ 2+ ആയിട്ട് മാറും. കോപ്പർ 2+ തിരിച്ച് എന്തായിട്ട് മാറും? കോപ്പർ ആയിട്ട് മാറും. പക്ഷേ ഇവർ രണ്ടുപേരും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഹിയർ കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പർ Cu2+ റെഡ്യൂസ് ആവാനുള്ള കപ്പാസിറ്റി എന്താണ്? കൂടുതലാണ്. ആരെ വെച്ച് നോക്കുമ്പോൾ? സിങ്കിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ Zn ൽ നിന്നും 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺ കളഞ്ഞിട്ട് Zn2+ ആയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വരികയും ചെയ്യും. പക്ഷെ ഈ ഇലക്ട്രോൺ സൊല്യൂഷനിലേക്ക് പോകുന്നതിനേക്കാൾ പകരം ഏത് വഴിയെ പോവാ? ഈ വയർ വഴി എന്ത് ചെയ്യും? ഈ റോഡിന്റെ ഉള്ളിലേക്കോടെ ഈ സൊല്യൂഷന്റെ ഉള്ളിലേക്ക് പോകും. അപ്പൊ എന്തുണ്ടാവുന്ന വെച്ചാൽ ഇവിടുത്തെ ഇലക്ട്രോണ് വലിച്ചെടുക്കുന്ന ആളാണ് ആര്? ഇവിടുത്തെ Cu2+ അയോൺസ്. ഇവിടെ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഓൺലി ഓക്സിഡേഷൻ ഹാപ്പൻസ് ഹിയർ. ഇവിടെ ഓക്സിഡേഷൻ മാത്രം. എന്താ സംഭവിക്കുക? ഓക്സിഡേഷൻ Zn2+ 2e- ആയിട്ട് മാറും. ഇവിടെയോ റിഡക്ഷൻ സംഭവിക്കും. ഇവിടെ എന്താ റിഡക്ഷൻ സംഭവിക്കുക? റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതിലത്തെ മെറ്റലിന് ഒന്നും സംഭവിക്കില്ല. പക്ഷെ മെറ്റൽ അയോൺ ഉണ്ടല്ലോ, അത് തിരിച്ച് മെറ്റലായിട്ട് മാറും. Cu2+ + 2e- gives Cu. സോ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഇലക്ട്രോണിന്റെ ഫ്ലോ സംഭവിക്കും, E-. പക്ഷെ നിങ്ങൾക്കറിയാലോ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതിന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? കറന്റിന്റെ ഫ്ലോ ഉണ്ടായിരിക്കുക. അത് 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ കറന്റിന്റെ ഡയറക്ഷൻ
ഇങ്ങോട്ടേക്കായിരിക്കും. സോ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കായിരിക്കും സംഭവിക്കുക. അപ്പൊ നമുക്കറിയാം കറന്റിന്റെ ഫ്ലോ പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കാണ് നടക്കുക. സോ ദിസ് ഈസ് പോസിറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് ദിസ് ഈസ് നെഗറ്റീവ് ഇലക്ട്രോഡ്. അപ്പൊ നോക്കാം ഇവിടെ ലെഫ്റ്റ് സൈഡില് ഓക്സിഡേഷൻ ആണ് സംഭവിച്ചത്. അവൻ ആനോഡ് ആണ്, അവൻ നെഗറ്റീവ് ആണ്. സോ വി ക്യാൻ സേ ഇറ്റ് ആസ് ലോൺ. ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. L for left, O for oxidation, A for anode and N for negative. So ഇവിടെ സിങ്ക് ആനോഡ് ആയിരിക്കും, കോപ്പർ കാഥോഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വരാന്ന് വെച്ച് കഴിഞ്ഞാല് ബൈ ടൈം പോകുന്നതിനനുസരിച്ച് ഇവിടെ ഈ സൊല്യൂഷനിൽ ഇപ്പൊ എന്താണ്, ഇപ്പൊ 1 മൊളാരിറ്റി സൊല്യൂഷൻ ആയിരുന്നു എന്ന് വിചാരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 1 മോൾ Zn2+ ഉണ്ടായിരിക്കും, 1 മോൾ SO4 ഉണ്ടായിരിക്കും. പക്ഷെ കുറെ കഴിയുമ്പോൾ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സിങ്ക് ഒക്കെ കൂടിയിട്ട് എന്ത് ചെയ്യും, സിങ്ക് 2+ ആയിട്ട് ഇതിന്റെ ഉള്ളിലോട്ടേക്ക് വരുമ്പോൾ ഇതിന്റെ തിക്നെസ് കുറയാൻ തുടങ്ങും. സോ ഇത് ഇങ്ങനെ കൂർത്ത് ഷാർപ്പായിട്ട് വരാൻ തുടങ്ങും ഈ ലിക്വിഡിൽ മുട്ടി നിൽക്കുന്ന ഭാഗം. അപ്പൊ അത് ഇങ്ങനെ എന്താണ് കൊറോഡ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ നിങ്ങൾക്ക് പറ്റും. ആൻഡ് ഇവിടെ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ Fu2+ എന്താണ് ഈ 2 ഇലക്ട്രോൺ അബ്സോർബ് ചെയ്തിട്ട് കോപ്പർ ആവാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഇവന്റെ ഈ ഭാഗം ഇങ്ങനെ വീർത്ത് തിക്കായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും, ഈ കോപ്പർ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട്. അങ്ങനെ ഇതിന്റെ മൊത്തം സിങ്ക് പോയി കഴിയുമ്പോൾ ഈ ലിക്വിഡ് ആയിട്ടുള്ള കോണ്ടാക്ട് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യില്ല, ലിക്വിഡ് ഈ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യില്ല. പക്ഷെ അതിന് മുമ്പേ തന്നെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 സെക്കൻഡ് നേരത്തേക്കാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഫ്ലോ കട്ട് ഓഫ് ആവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലെ സിങ്ക് 2+ ആയിട്ട് ഇതിന്റെ ഉള്ളിലോട്ടേക്ക് വരുമ്പോൾ 1:1 റേഷ്യോയിലാണ് Zn-ഉം SO4-ഉം തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നത്, കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ 1 മോൾ Zn2+ഉം 1 മോൾ SO4 കൂടെ ഒരു 3 മോൾ Zn-ഉം കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. Zn2+ എക്സ്ട്രാ വന്നു വിചാരിക്കുക. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ പോസിറ്റീവ് ചാർജ് വരില്ലേ, എക്സ്ട്രാ പോസിറ്റീവ് ചാർജ് ഇതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും Zn2+ എക്സസ് ആയിട്ട് വന്നിട്ടുള്ളത് കാരണം. സിമിലർലി ഇവിടെ Cu2+ ഒക്കെ കൂടിയിട്ട് ഇലക്ട്രോൺ അബ്സോർബ് ചെയ്തിട്ട് Cu ആയിട്ട് പോകുമ്പോൾ കുറെ SO4 ലോൺലി ആയിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ ഉള്ളിൽ കറങ്ങി തിരിഞ്ഞ് നടക്കാൻ തുടങ്ങും. സോ ഈ സൊല്യൂഷൻ എന്തായിട്ട് മാറാൻ തുടങ്ങും, നെഗറ്റീവ് സൊല്യൂഷൻ ആയിട്ട് വരാൻ തുടങ്ങും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ Zn2+ ഒക്കെ കൂടിയിട്ട് ഈ മെറ്റലിന്റെ ചുറ്റും വന്നിട്ട് എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യും. ഇതിന്റെ ഉള്ളിൽ SO4 ഒക്കെ കൂടിയിട്ട് എന്ത് ചെയ്യും, ഈ കോപ്പറിന് ചുറ്റും വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇലക്ട്രോണിന്റെ ഫ്ലോ പിന്നെ നടക്കില്ല, ഇവിടെ ഓക്സിഡേഷൻ നടക്കില്ല, ഇവിടെ റിഡക്ഷൻ നടക്കില്ല, ഇലക്ട്രോൺ ഫ്ലോ കട്ട് ഓഫ് ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെക്കുന്ന പുതിയൊരു സാധനമാണ് സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ഇവിടെ വെക്കണം. സോൾട്ട് ബ്രിഡ്ജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്ട്രോങ് ആയിട്ടുള്ള പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റുകൾ സച്ച് ആസ് KCl, NaCl, KNO3 പോലത്തെ ആൾക്കാര് അവരുടെ സൊല്യൂഷൻ നമ്മൾ ഒന്നെങ്കിൽ പഞ്ഞിയിൽ ഡിപ്പ് ചെയ്തിട്ടോ, അതായത് കോട്ടൺ ക്ലോത്തിൽ ഡിപ്പ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ അഗാർ സൊല്യൂഷൻ അല്ലെങ്കിൽ ജെലാറ്റിൻ സൊല്യൂഷൻ, ജെല്ലി മിഠായി ഒക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ ജെല്ലി ഫോമില് ഈ ഒരു യു ഫോമിലുള്ള ട്യൂബിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, നിറച്ചു വെക്കും. അതായത് ഇതിന്റെ ഉള്ളിൽ ജെല്ല് ഉണ്ടാവും, അഗാർ ജെല്ലോ അല്ലെങ്കിൽ ജെലാറ്റിന്റെയോ ജെല്ല് ഉണ്ടായിരിക്കും. ആ ജെല്ലിന്റെ ഉള്ളിൽ KCl സൊല്യൂഷൻ അല്ലെങ്കിൽ KNO3 അല്ലെങ്കിൽ NaClന്റെ സൊല്യൂഷൻ ഒക്കെ ഇമ്മൊബിലൈസ് ചെയ്തിട്ട്, അതായത് അവർ ഫ്ലോ ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഉള്ളിൽ അയോൺസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഇമ്മൊബിലൈസ് ചെയ്തിട്ടുള്ള സ്ട്രോങ് സോൾട്ടിന്റെ അയോൺസിന്റെ ഈ ബ്രിഡ്ജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോൾട്ട് ബ്രിഡ്ജ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ നിന്നും സോൾട്ട് ഈ ലിക്വിഡിലേക്ക് ഒന്നും എന്ത് ചെയ്യില്ല, ഫ്ലോ ചെയ്യില്ല. പക്ഷെ ഇതിന്റെ ഉള്ളിലത്തെ അയോൺസിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ജെലാറ്റിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകാൻ പറ്റും. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ സപ്പോസ് നമ്മളിപ്പോ KCl ആണ് എടുക്കണമെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, K+ അയോൺസും Cl- അയോൺസും ഉണ്ടായിരിക്കും. ഈ K+ അയോൺസ് എന്ത് ചെയ്യും, ഇതിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന എക്സസ് ആയിട്ടുള്ള SO4 അയോൺസിന് ഉണ്ടല്ലോ, അതിനെ ഇതിന്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്തിട്ട് K2SO4 ആയിട്ട് മാറും. ഇവിടത്തെ Zn2+ അയോൺസ് ഉണ്ടല്ലോ എക്സസ് ആയിട്ട് വന്നിട്ടുള്ളത്, അതിനെ ഇതിന്റെ ഉള്ളിലൂടെ വലിച്ചിട്ട് അത് ZnCl2 ആയിട്ട് മാറും. സോ ഇതിന്റെ ഉള്ളിലുള്ള എക്സസ് ആയിട്ടുള്ള അയോൺസിനെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. അത് മാത്രമേ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളൂ. ഒരു ഇലക്ട്രോൺ ഫ്ലോ നടക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, സർക്യൂട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. നോക്കിയേ, ഇവിടെ നിന്നും ഇലക്ട്രോൺ ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ട് സോൾട്ട് ബ്രിഡ്ജ് ഇല്ലാന്ന് വിചാരിക്കുക, കഴിഞ്ഞു, 1 വേ ട്രാഫിക് അങ്ങനെ പാടില്ലല്ലോ. അപ്പൊ നോക്കിയേ, ഇനി ഫോൾട്ട് ബ്രിഡ്ജ് വെച്ചതിന് ശേഷം നോക്കിയേ, ഇവിടെ നിന്നും ഇലക്ട്രോൺ ഫ്ലോ ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തി, ഇതിന്റെ ഉള്ളിൽ കൂടെ തിരിച്ച് എന്ത് ചെയ്യും, ഈ സൊല്യൂഷനിലേക്ക് തന്നെ എത്തി. ഇപ്പൊ എന്തായി, സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. സോ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക, എക്സസ് ആയിട്ട് വരുന്ന ചാർജുകളെ റിമൂവ് ചെയ്യുക, കറണ്ട് ഫ്ലോ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ള എന്താണ് പ്രോപ്പർട്ടീസ് എന്നുള്ള ഫങ്ഷൻസ് ആണ് ഫോൾട്ട് ബ്രിഡ്ജിലുള്ളത്.
അപ്പൊ ഇതാണ് ഡാനിയൽ സെല്ല്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയ്ക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു വോൾട്ട് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെല്ലിന്റെ പൊട്ടൻഷ്യൽ, നോട്ട് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ അല്ല, സെല്ലിന്റെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കിട്ടും. സോ സെൽ പൊട്ടൻഷ്യൽ ഈ സെൽ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഇവിടെ കാഥോഡ് ആരാ, കോപ്പർ. സോ ഈ Cu2 plus bar Cu മൈനസ് ഈ Zn2 plus bar Zn, അതായിരിക്കും എന്ത് വരിക, ഈ ഡാനിയൽ സെല്ലിന്റെ എന്ത് സെൽ EMF എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ വോൾട്ട് മീറ്ററിൽ കാണുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് വാല്യൂ ആയിരിക്കും. അവരുടെ ഡിഫറൻസ് ആയിരിക്കും. ഓരോ കാഥോഡിന്റെയും ഓരോ ഇലക്ട്രോഡിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സോൾട്ട് ബ്രിഡ്ജിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു, സോ അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ വാട്ട് ഈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് സോൾട്ട് ബ്രിഡ്ജ്? Salt bridge properties: remove excess ions. Excess ആയിട്ടുള്ള ionsനെ remove ചെയ്യും. Second one, facilitate constant current. Third one, complete electric circuit. Complete electric circuit. So ഈ മൂന്ന് പ്രോപ്പർട്ടീസ് ആണ് സോൾട്ട് ബ്രിഡ്ജിന്. എന്താ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് സോൾട്ട് ബ്രിഡ്ജ്? സോൾട്ട് ബ്രിഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ യു ട്യൂബ്, യു ഷേപ്പിലുള്ള ട്യൂബ്, അല്ലാണ്ട് മറ്റേ യൂട്യൂബ് അല്ല, യൂട്യൂബ് ഇൻ വിച്ച് strong electrolytes such as KCl, NaCl, etc. immobilized, അതായത് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ, അതായത് ലിക്വിഡിന്റെ ഉള്ളിലേക്ക് ഈ ഇലക്ട്രോഡിന്റെ ഈ സൊല്യൂഷന്റെ ഉള്ളിലേക്ക് അത് എന്ത് ചെയ്യാൻ പാടില്ല, കലരാൻ പാടില്ല. ഇമ്മൊബിലൈസ്ഡ് ഇൻ agar agar or gelatin gel. ജലാറ്റിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ജലാറ്റിൻ എന്ന് പറയുന്നത്. ഈ ഐസ്ക്രീമിലൊക്കെ ഇത് ജലാറ്റിൻ യൂസ് ചെയ്യും. അപ്പോ ഒന്നെങ്കിൽ അഗാർ അഗാർ യൂസ് ചെയ്യും. അഗാർ അഗാറിനെ ചൈന ഗ്രാഫ് എന്നും പറയും. ഓക്കെ, അപ്പൊ അഗാർ അഗാർ ഒരു വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ആണ്, പക്ഷെ ജലാറ്റിൻ ഒരു വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് അല്ല. സ്വൈൻ, പന്നി, പോത്ത്, ആട് മുതലായിട്ടുള്ള ജീവികളുടെ ഇതില്ലേ ടെൻഡൻസ്, എല്ലുകൾക്കിടയിൽ വരുന്ന ടെൻഡൻസ് ഫോൾഡിഫൈ ചെയ്തിട്ടാണ് ഈ ജലാറ്റിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത്. അപ്പൊ അത് വെള്ളത്തിലിട്ട് കുറച്ചൊന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് എന്താവും, ജെല്ലി മെറ്റീരിയലോ. ജെല്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഓഫ് സോളിഡ് അല്ല ലിക്വിഡ് അല്ലാത്ത പോലത്തെ ഒരു മെറ്റീരിയൽ ആയിട്ട് മാറും. സോ അതാണ് എന്ത്, ഈ ജലാറ്റിൻ എന്ന് പറഞ്ഞ സാധനം. ചൈന ഗ്രാഫ് തന്നെയാണ്, ഒരു ഐസ് ഷാർഡ് പോലെ, ഐസിന്റെ ക്രിസ്റ്റൽസ് പോലെ ഒരു സാധനമാണ്. ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 2 minutes അത് എന്തായിട്ട് മാറും, അത് ഫോൾഡിഫൈ ആയിട്ട് മാറും, നല്ല ജെല്ലി മെറ്റീരിയൽ ആയിട്ട് മാറും. അപ്പോ എന്ത് ചെയ്യുക, KCl KNO3 സൊല്യൂഷനിലേക്ക് അത് ചൂടാക്കിയിട്ട് കുറച്ച് അഗാറയിലേക്ക് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വരുമ്പോൾ എന്താ അതിന്റെ ജെല്ലായിട്ട് കിട്ടും. അത് എന്ത് ചെയ്യുക, ഈ യൂട്യൂബിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഈ സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതാണ് എന്ത്, ഡാനിയൽ സെല്ല്. സോ ഡാനിയൽ സെല്ല് എന്താണ്, അതിന്റെ ആനോഡ് എന്താ, അതിന്റെ കാഥോഡ് എന്ത്, അതിന്റെ സോൾട്ട് ബ്രിഡ്ജ് എന്ത് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ നോട്ട് സ്വന്തമായിട്ട് ഈ ക്ലാസ് കേട്ട്, ഇപ്പൊ ഈ പറഞ്ഞ ക്ലാസ് കേട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് വൺ, ഹൗ ടു ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു ഡാനിയൽ സെല്ലിനെ, നമുക്ക് ഒരു സെല്ലിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. സെല്ലിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ആനോഡും പിന്നെ കാഥോഡും കാണിക്കണം. സോ ഈ ഡാനിയൽ സെല്ലിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്, Zn2 plus 2 bar Cu2 plus bar Cu. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഇത് ആനോഡാണ്, ഇതെന്താണ്, ഇത് കാഥോഡാണ്. നമ്മൾ വരച്ചിട്ടുള്ള അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ആനോഡ്, റൈറ്റ് സൈഡിൽ കാഥോഡ്.
ഈ കാണിച്ചിരിക്കുന്ന രണ്ട് വര ഫോൾട്ട് ബ്രിഡ്ജിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഫോൾട്ട് ബ്രിഡ്ജ് കണ്ട, മെറ്റൽ മെറ്റൽ അയോൺ, പിന്നെ മെറ്റൽ അയോൺ മെറ്റൽ. ഇവിടെ ആയിട്ട് ഞാൻ ഇവിടുത്തെ രണ്ട് ബ്രാക്കറ്റ് ഇട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ആ സൊല്യൂഷന്റെ മൊളാരിറ്റി എഴുതിയിട്ടുണ്ടാവും. ഞാനിപ്പോ ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ 0.1 മോളെന്നോ അല്ലെങ്കിൽ 0.2 മോളെന്നോ ഇതിന്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഇങ്ങനെയാണ് ഒരു സെൽ റെപ്രസെന്റേഷൻ നമ്മൾ കാണിക്കുന്നത്. പ്രതീകാത്മകമായി സിംബോളൈസ് ചെയ്തിട്ട് ഒരു സെല്ലിനെ കാണിക്കുന്നത് ഇങ്ങനെയാണ്. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാം, എങ്ങനെ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാം, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. സോ ബൈ ബൈ.